ജോബിന്റെ പുസ്തകം അധ്യായം 3. ജോബിന്റെ പരാതി. അതിനുശേഷം ജോബ് സംസാരിച്ചു. ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്നു പറഞ്ഞ രാത്രി ശപിക്കപ്പെടട്ടെ. ആ ദിവസം അന്ധകാരാവൃതമാകട്ടെ. ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ. അതിൻ്റെ മേൽ പ്രകാശം ചൊരിയാതിരിക്കട്ടെ. അന്ധകാരം സാന്ദ്രതമസ്സു തന്നെ അതിനെ ഗ്രസിക്കട്ടെ. കാർമേഘം അതിനെ ആവരണം ചെയ്യട്ടെ. അന്ധകാരം കൊണ്ട് അത് ഭീകരമായി തീരട്ടെ. ആ രാത്രി കട്ടിപിടിച്ച ഇരുട്ടുകൊണ്ട് നിറയട്ടെ. ആണ്ടുവട്ടത്തിലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അത് ഉൾപ്പെടാതെ പോകട്ടെ. ആ രാത്രി ശൂന്യമായി പോകട്ടെ. അതിൽ നിന്ന് ആനന്ദാരവം ഉയരാതിരിക്കട്ടെ. ലവിയാതിനെ ഇളക്കിവിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ. അതിൻ്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ. പ്രകാശത്തിന് വേണ്ടിയുള്ള അതിൻ്റെ അഭിലാഷം പാഴായി പോകട്ടെ. പ്രഭാതം വിടരുന്നത് കാണാതിരിക്കട്ടെ. അമ്മയുടെ ഉദരമടച്ച് അതെൻ്റെ ജനനം തടഞ്ഞില്ല. എൻ്റെ കൺമുൻപിൽ നിന്ന് ദുരിതങ്ങളെ മറച്ചില്ല. ജനിച്ചയുടനെ ഞാൻ മരിക്കാഞ്ഞതെന്ത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നയുടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചില്ല? എൻ്റെ അമ്മ എന്തിനെന്നെ മടിയിൽ കിടത്തി ഓമനിച്ചു? എന്തിനെന്നെ പാലൂട്ടി വളർത്തി? ഞാൻ നിദ്രയണഞ്ഞ് ശാന്തി അനുഭവിക്കുമായിരുന്നല്ലോ. നഷ്ടനഗരങ്ങൾ പുനരുദ്ധരിച്ച രാജാക്കന്മാരെയും അവരുടെ ഉപദേഷ്ടാക്കളെയും പോലെ തങ്ങളുടെ കൊട്ടാരങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ട് നിറച്ച പ്രഭുക്കന്മാരെ പോലെ ഞാൻ ശാന്തനായി ശയിക്കുമായിരുന്നല്ലോ. പ്രകാശം നുകരാൻ ഇടകിട്ടാതെ മാതൃഗർഭത്തിൽ വെച്ച് മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാഞ്ഞതെന്തുകൊണ്ട്? അവിടെ ദുഷ്ടരുടെ ഉപദ്രവം കടന്നു വരുന്നില്ല. ക്ഷീണിച്ചവർക്ക് അവിടെ വിശ്രമം ലഭിക്കുന്നു. തടവുകാർ പോലും അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു. മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവരെ അലട്ടുന്നില്ല. ചെറിയവരും വലിയവരും അവിടെയുണ്ട്. അടിമ യജമാനനിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു. കഷ്ടപ്പെടുന്നവന് എന്തിനു പ്രകാശം? തപ്തഹൃദയന് എന്തിനു ജീവിതം? അവൻ മരണത്തെ തീവ്രമായി വാജ്ഞിക്കുന്നു. അത് വന്നണയുന്നില്ല. നിധി തേടുന്നവനേക്കാൾ ശ്രദ്ധയോടെ അവൻ മരണം അന്വേഷിക്കുന്നു. ശവകുടീരം പ്രാപിക്കുമ്പോൾ അവർ അത്യധികം ആനന്ദിക്കുന്നു. വഴി കാണാത്തവന് ദൈവം വഴിയടച്ചവന് വെളിച്ചം എന്തിനാണ്? നെടുവീർപ്പുകളാണ് എൻ്റെ ഭക്ഷണം. ജലപ്രവാഹം പോലെ ഞാൻ നിരന്തരം ഞരങ്ങുന്നു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്. എനിക്ക് വിശ്രമമില്ല. ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അധ്യായം 4. എലിഫാസിന്റെ പ്രഭാഷണം. തേമാന്യനായ എലിഫാസ് ചോദിച്ചു, സംസാരിച്ചാൽ നിനക്ക് അഹിതമായി തോന്നുമോ? എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്കു കഴിയും? നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി. ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി. അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ? നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ? ചിന്തിച്ചു നോക്കൂ. നിഷ്കളങ്കൻ എന്നെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ? നീതിനിഷ്ഠൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ? അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവൻ അതുതന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ദൈവത്തിൻ്റെ നിശ്വാസത്തിൽ അവർ നശിക്കുന്നു. ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ അവർ ദഹിക്കുന്നു. സിംഹത്തിൻ്റെ അലർച്ചയും ക്രൂരസിംഹത്തിൻ്റെ ഗർജനവും യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങളും അറ്റുപോയിരിക്കുന്നു. ശക്തനായ സിംഹം ഇരകിട്ടാതെ നശിക്കുന്നു. സിംഹിയുടെ കുട്ടികൾ ചിതറിക്കപ്പെടുന്നു. ഒരു രഹസ്യവചനം ഞാൻ ശ്രവിച്ചു. അതിൻ്റെ നിമന്ത്രണം എൻ്റെ കാതിൽ പതിച്ചു. മനുഷ്യർ ഗാഢനിദ്രയിൽ അമരുന്ന നേരത്ത് ഈ നിശാദർശനങ്ങൾ ഉണർത്തുന്ന ചിന്ത എന്നിൽ ഭീതിയും ഞെടുക്കവും ഉളവാക്കി. എൻ്റെ അസ്ഥികൾ പ്രകമ്പനം കൊണ്ടു. ഒരാത്മാവ് എൻ്റെ മുഖം ഉരുമി കടന്നുപോയി. ഞാൻ രോമാഞ്ചം കൊണ്ടു. അത് നിശ്ചലമായി നിന്നെങ്കിലും അതിൻ്റെ രൂപം എനിക്ക് അവ്യക്തമായിരുന്നു. എൻ്റെ കൺമുൻപിൽ ഒരു രൂപം ഞാൻ ദർശിച്ചു. നിശബ്ദതയിൽ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു. ദൈവദൃഷ്ടിയിൽ മർത്യന് നീതിമാനാകാൻ കഴിയുമോ? സൃഷ്ടാവിൻ്റെ മുൻപിൽ മനുഷ്യന് നിഷ്കളങ്കനാകാൻ സാധിക്കുമോ? തൻ്റെ ദാസരിലും അവിടത്തേക്ക് വിശ്വാസമില്ല.
തൻ്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറ്റം കാണുന്നു. എങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിതൽ പോലെ ചതച്ചരയ്ക്കപ്പെടുന്നവരിൽ എത്രയധികമായിരിക്കും കുറ്റം കാണുക. ഉഷസ്സിനും സായം സന്ധ്യയ്ക്കും മധ്യേ അവർ നശിപ്പിക്കപ്പെടുന്നു. അവർ എന്നേക്കുമായി നശിക്കുന്നു, ആരും ഗണ്യമാക്കുന്നില്ല. ജീവതന്തു മുറിക്കപ്പെടുമ്പോൾ അവർ മരിക്കുന്നു, അപ്പോഴും അവർ വിവേകികളല്ല. അധ്യായം 5. വിളിച്ചു നോക്കൂ, ആരെങ്കിലും നിനക്ക് ഉത്തരം നൽകുമോ? ഏതു വിശുദ്ധ ദൂതനെയാണ് നീ ആശ്രയിക്കുക? ക്രോധാവേശം മൂഢനെ കൊല്ലുന്നു, അസൂയ സരളഹൃദയനെ നിഹനിക്കുന്നു. ഭോഷൻ വേര് പിടിക്കുന്നത് ഞാൻ കണ്ടു. തൽക്ഷണം അവൻ്റെ ഭവനത്തെ ഞാൻ ശപിച്ചു. അവൻ്റെ മക്കൾ അഭയസ്ഥാനത്തു നിന്ന് അകലെയാണ്. കവാടത്തിങ്കൽ വെച്ചു തന്നെ അവർ തകർക്കപ്പെടുന്നു. അവരെ രക്ഷിക്കാൻ ആരുമില്ല. അവൻ്റെ വിളവ് വിശക്കുന്നവൻ തിന്നുകളയുന്നു. മുള്ളുകളിൽ നിന്നു പോലും അവൻ അത് പറിച്ചെടുക്കുന്നു. ദാഹാർത്തർ അവൻ്റെ സമ്പത്തിനു വേണ്ടി ഉഴറുന്നു. അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തുനിന്നുമല്ല. അഗ്നിസ്ഫുല്ലിംഗങ്ങൾ മുകളിലേക്ക് പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയിലേക്ക് പിറന്നു വീഴുന്നു. ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു. എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. അവിടുന്ന് ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കുന്നു, വയലുകളിലേക്ക് വെള്ളം ഒഴിക്കുന്നു. അവിടുന്ന് താണവരെ ഉയർത്തുന്നു, വിലപിക്കുന്നവരെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നു. സൂത്രശാലികളുടെ ഉപായങ്ങളെ വിഫലമാക്കുന്നു, അവരുടെ കരങ്ങൾ വിജയം വരിക്കുന്നില്ല. അവിടുന്ന് ജ്ഞാനിയെ അവൻ്റെ തന്നെ ഉപായങ്ങളിൽ കൊടുക്കുന്നു. ഹീനബുദ്ധികളുടെ പദ്ധതികളെ ഞൊടിയിടയിൽ നശിപ്പിക്കുന്നു. പകൽ സമയത്ത് അവരെ ഇരുൾ മൂടുന്നു. മധ്യാഹ്നത്തിൽ രാത്രിയിൽ എന്ന പോലെ അവർ തപ്പിത്തടയുന്നു. അവിടുന്ന് അനാഥരെ അവരുടെ വായിൽ നിന്നും അഗതിയെ ശക്തന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. ദരിദ്രന് പ്രത്യാശയുണ്ട്, അനീതി വായ് പൊത്തുന്നു. ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സർവശക്തന്റെ ശാസനത്തെ അവഗണിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. അവിടുന്ന് 6 കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. 7ാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല. ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് വാളിൻ്റെ വായ്ത്തലയിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. നാവിൻ്റെ ക്രൂരതയിൽ നിന്നും നീ മറയ്ക്കപ്പെടും. നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. നാശത്തെയും ക്ഷാമത്തെയും നീ പരിഹസിക്കും. വന്യമൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല. ഭൂമിയിലെ കല്ലുകളോട് നിനക്ക് സഖ്യമുണ്ടാകും. കാട്ടുമൃഗങ്ങൾ നിന്നോട് ഇണക്കം കാണിക്കും. നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. നിന്റെ പിൻഗാമികൾ അസംഖ്യമാണെന്നും നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്നും നീ അറിയും. വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തുന്നതുപോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും. ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഇത് സത്യമാണ്. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക. ദൈവമായ കർത്താവിന് സ്തുതി.